ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിലെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ചോദ്യം ഒന്ന് വായിച്ച് നോക്കാം. ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഒരു ആനയും കൊതുകും ഉണ്ടല്ലോ, മോസ്കിറ്റോയുമാണ്. അപ്പോൾ മോസ്കിറ്റോ ആനയെ നോക്കിയിട്ട് എന്തോ പറയണം. എന്താ പറയുന്നത്? ഓ ഹൗ ബിഗ് വിൽ ബി ഹിസ് സെൽ. എത്ര വലുതായിരിക്കും ഈ ആനയുടെ സെൽന്ന്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഡു യു അഗ്രി വിത്ത് മോസ്കിറ്റോസ് തോട്ട്. നിങ്ങൾ ഇതിനോട് അഗ്രി ചെയ്യുന്നുണ്ടോ? ഗീവ് റീസൺ. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ ദ ഒബ്സർവേഷൻ ഓഫ് ചീക്ക് സെൽസ് ആർ ഗിവൺ ബിലോ, അറേഞ്ച് ദം ഇൻ ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. ദ സൈസ് ഓഫ് ദ ഓർഗാനിസം ഈസ് നോട്ട് ദ സൈസ് ഓഫ് ദ ഓർഗാനിസം is not due to the increase in the size of the cell. This happened due to increase in the number of cells. അപ്പോൾ ഒരു ഓർഗാനിസം വലുതാണെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ സെല്ല് വലുതല്ല. നോ ടു ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ദ സെല്ല്. സൈസല്ല, സെല്ലിൻ്റെ സൈസല്ല ഒരു ജീവിയുടെ വലിപ്പ ചെറുപ്പം തീരുമാനിക്കുന്നത്. പിന്നെ എന്താണ്? ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സെൽസ്. നമ്പർ ഓഫ് സെൽസ് ആനയിൽ കൂടിയിരിക്കും, നമ്പർ ഓഫ് സെൽസ് മോസ്കിറ്റോയിൽ കുറവായിരിക്കും. അല്ലാണ്ട് സെല്ല് വലിയ വലിപ്പമുള്ളതായിരിക്കില്ല. ഇതുമായിട്ട് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചൊക്കെ വരാം. അപ്പോൾ നിങ്ങൾ ഈ കൺസെപ്റ്റാണ് എഴുതി വെക്കേണ്ടത്. ദ സൈസ് ഓഫ് ദ ഓർഗാനിസം ഈസ് നോട്ട് due to the increase in the size of the cell. This happened due to the increase in the number of cells. ഇനി നമുക്ക് മൈക്രോസ്കോപ്പിൽ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഒബ്സർവേഷൻ ഓഫ് ചീക്ക് സെൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്രാപ്പ് ദ ഇൻറ്റേർണൽ സർഫസ് ഓഫ് ദ ചീക്ക് യൂസിങ് എ ന്യൂ ടൂത്ത് ബ്രഷ്. Place the cheek scrap in a drop of water taken on the slide. Cover it with the cover glass. Wash the mouth thoroughly with the pure water. Observe the specimen through the microscope and a drop of specimen through the microscope. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ എഴുതേണ്ടത്? ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്? സ്ക്രാപ്പ് ദ ഇൻറ്റേർണൽ സർഫസ് ഓഫ് ദ ചീക്ക് യൂസിങ് എ ന്യൂ ടൂത്ത് ബ്രഷ്. പിന്നെ പ്ലേസ് ദ ചീക്ക് സ്ക്രാപ്പ് ഇൻ എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ടേക്കൺ ഓൺ ദ സ്ലൈഡിൽ വെക്കുക. ആഡ് എ ഡ്രോപ്പ് ഓഫ് സ്റ്റെയിന് ഡ്രോപ്പ് ചെയ്യുക. പിന്നെ എന്താണ്? കവർ ഇറ്റ് വിത്ത് കവർ ഗ്ലാസ്. ഓക്കെ, ഫസ്റ്റ് ലാസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്, അതിൻ്റെ ഇടയിലുള്ളതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 2 പിക്ചർ തന്നല്ലോ. നേരത്തെ വീഡിയോയിൽ നമ്മൾ 3 പിക്ചർ പരിചയപ്പെട്ടുള്ളൂ. ഇങ്ങനെ പിക്ചർ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്തായാലും വരും. അപ്പോൾ ഐഡൻറ്റിഫൈ പിക്ചർ എ, പിക്ചർ ബി. അപ്പോൾ നമുക്കറിയാമല്ലേ ഇതെന്താണ്? ഇത് അമീബയാണ്, ഇത് യൂഗ്ലീനയാണ്. പാരമീസിയവും നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ അമീബ യൂഗ്ലീന. ഓക്കെ, അമീബ യൂഗ്ലീന. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? വാട്ട് ഈസ് ദ കോമൺ ഫീച്ചർ ഓഫ് ദീസ് ഓർഗാനിസം? ഇതിൻ്റെ എന്താണ്? ഇത് യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസം, അതായത് ഏകകോശ ജീവികളാണ്. ഒരൊറ്റ സെല്ലേ ഇതിനുള്ളൂ. അമീബ, യൂഗ്ലീന, പാരമീസി ഇതിലൊക്കെ ഒരൊറ്റ സെല്ലേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഫീച്ചർ. ഓക്കെ, യൂണിസെല്ലുലാർ ഓർഗാനിസം ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ നേക്കഡ് ഹെയ്സ്. അപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് നമുക്ക് പിന്നെ നമ്മുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതിനായിട്ട് നമ്മളൊരു ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പേരാണ് മൈക്രോസ്കോപ്പ്. ഇനി അടുത്ത ഇതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ പ്രൊസീജിയർ ഒബ്സർവ് ദീസ് ഓർഗാനിസം. അപ്പോൾ ഈ ഓർഗാനിസത്തിനെ നമ്മൾ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്? ത്രൂ ദ മൈക്രോസ്കോപ്പ്. ത്രൂ ദ മൈക്രോസ്കോപ്പാണ് നമ്മൾ ഇതിനെ ഒബ്സർവ് ചെയ്യുന്നത്. ഇത് വിശദീകരിച്ച് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം. എയിം ടു ഒബ്സർവ് ദ ഓർഗാനിസം ഇൻവിസിബിൾ ടു ദ നേക്കഡ് ഐസ്. മെറ്റീരിയൽ റിക്വയർഡ് മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, കവർ ഗ്ലാസ്, വാട്ടർ സാമ്പിൾ, അല്ലെങ്കിൽ യൂസ് വാട്ടർ ഫ്രം ഹാർവെസ്റ്റ് ഫീൽഡ്സ് ഓർ വാട്ടർ കണ്ടന്റ് ഡീകമ്പോസ്ഡ് ഹെയർ ഓർ ഡ്രൈ ലീവ്സ്. അപ്പോൾ ഇത്രയാണ് മെറ്റീരിയൽസ് റിക്വയർഡ്. അത് ഇവിടെ വരെ എഴുതിയാൽ മതി. ഇത് ഓപ്ഷനാണ്. ഓക്കെ, പ്രൊസീജിയർ. ടേക്ക് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഫ്രം ദ വാട്ടർ സാമ്പിൾ ഓൺ ദ സ്ലൈഡ്.
ഒരു സ്ലൈഡിൽ ഡ്രോപ്പ് ഓഫ് വാട്ടർ എടുക്കുക, സീൽ ഇറ്റ് വിത്ത് കവർ ഗ്ലാസ് കൊണ്ട് സീൽ ചെയ്യുക. ക്ലിയർ ഓഫ് ദ എക്സസ് വാട്ടർ യൂസിങ് ഫ്ലോട്ടിംഗ് പേപ്പർ ഉപയോഗിച്ച് എക്സസ് വാട്ടർ നമ്മൾ ഒഴിവാക്കുക. ഒബ്സർവ് ദ സ്ലൈഡ് അണ്ടർ ദ മൈക്രോസ്കോപ്പ്. ഇങ്ങനെയാണ് മൈക്രോസ്കോപ്പിലൂടെ അബ്സർവ് ചെയ്യേണ്ട പ്രൊസീജിയർ. ഇനി അടുത്തതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് തിരിച്ചും മറിച്ചും ഓക്കെ, ഇതൊക്കെ ബേസിക് കൺസെപ്റ്റ് എല്ലാത്തിൻ്റെ ഒന്നാണ്. തിരിച്ചും മറിച്ചും ഒക്കെ ചോദ്യം ചോദിക്കാം. ഓക്കെ, നമ്പർ ഇവിടെ സെൽ വാൾ തന്നിട്ടുണ്ട്. പാർട്ട് ഓഫ് ദ സെൽ വാളാണ്. പ്ലാന്റ് സെല്ലിൽ യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ആനിമൽ സെല്ലിൽ നോ. ന്യൂക്ലിയസ് യെസ്, വാക്യൂളി ലാർജ് സ്മോൾ, സൈറ്റോപ്ലാസം യെസ്, ക്ലോറോപ്ലാസ്റ്റ് യെസ് നോ. വിച്ച് ആർ ദ കോമൺ പാർട്സ് സീൻ ഇൻ ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. സിമ്പിളാണ്, ഇവിടെ എല്ലാം തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾ പഠിച്ചെടുക്കണം. പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും കോമൺ ആയിട്ട് കാണുന്നത് ഏതാണ്? ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ വാക്യൂൾ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്. അനലൈസ് ദ ടേബിൾ ആൻഡ് റൈറ്റ് 3 ഫൈൻഡിങ്സ്. ഈ ടേബിൾ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 3 ഫൈൻഡിങ്സ് എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, ഇൻ പ്ലാന്റ് സെൽ ദർ ആർ സെൽ വാൾ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. പ്ലാന്റ് സെല്ലിൽ എന്തൊക്കെയുണ്ട്? സെൽ വാളും ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റും ഉണ്ട്. പക്ഷേ ആനിമൽ സെല്ലിൽ നോ ക്ലോറോപ്ലാസ്റ്റും സെൽ വാളും ഇല്ല. ലാർജ് വാക്യൂൾ ഇൻ ദ പ്ലാന്റ് സെൽ, സ്മോൾ വാക്യൂൾ ഇൻ ദ ആനിമൽ സെൽസ്. അത്രയാണ്. ഓക്കെ, വിച്ച് ആർ ദ കോമൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഫോംസ് ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് വെൻ എ ഫിലമെൻറ്റ് ബൾബ് ഗ്ലോസ്. ഫിലമെൻറ്റ് ബൾബ് അറിയാലോ, അത് ഗ്ലോ ചെയ്യുമ്പോൾ എന്തൊക്കെ എനർജിയാണ്? ഒന്നാമത്തേത് ലൈറ്റ് എനർജി, പിന്നെ നല്ല ചൂടും ഉണ്ട്, ഹീറ്റ് എനർജിയാണ്. വി നോ ദാറ്റ് എനർജി ലോസ് ഹാപ്പൺ വെൻ എ ഫിലമെൻറ്റ് ബൾബ് ഗ്ലോ. റൈറ്റ് എ സിറ്റുവേഷൻ വേർ ദർ ഈസ് എനർജി യൂസ്ഡ് പ്രോപ്പർലി. റൈറ്റ് വേർ ദിസ് എനർജി ഈസ് യൂസ്ഡ്. അതായത് നമ്മൾ ഫിലമെൻറ്റ് ബൾബ് കത്തിക്കുമ്പോൾ നല്ല ചൂടുണ്ടാകും, നമ്മുടെ LED ബൾബ് കത്തിക്കുന്ന പോലെയൊന്നുമല്ല. അപ്പോൾ ഇത് നമ്മൾ ഈ ഫിലമെൻറ്റ് ബൾബിൻ്റെ ഈ ഹീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷൻ ഏതാണ്? ഇൻ ഇൻക്യുബേറ്റർ ഫോർ ഗിവിങ് ഹീറ്റ് ടു എഗ്സ് സോ ദാറ്റ് ദേ ഹാച്ച്. അപ്പോൾ ഇൻക്യുബേറ്ററിൽ ഈ മുട്ട വിരിയിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? ഈ ഫിലമെൻറ്റ് ബൾബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് നല്ല ചൂടുണ്ട്, ആ ചൂട് തട്ടിയിട്ട് എന്താകും? കോഴിക്കുഞ്ഞുങ്ങൾ വിരിയും. അതാണ് നമ്മൾ വേർ ദിസ് എനർജി ഈസ് യൂസ്ഡ് പ്രോപ്പർലി. LED ബൾബ് സേവ്സ് എനർജി. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? LED ബൾബ് എനർജി സേവ് ചെയ്യുന്നു. നിങ്ങൾ ഇതിനോട് അഗ്രി ചെയ്യുന്നുണ്ടോയെന്നോ? യെസ്. വെൻ LED ലാമ്പ് ഗ്ലോസ് ഹീറ്റ് ഈസ് നോട്ട് പ്രൊഡ്യൂസ്. നമ്മൾ വീട്ടിലൊക്കെ നമ്മുടെ LED ബൾബ് ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ LED ബൾബിൻ്റെ അടുത്ത് കൈവച്ച് നോക്കിയാൽ നമുക്ക് ഹീറ്റൊന്നും അങ്ങനെ സഹിക്കാൻ പറ്റാത്ത ഹീറ്റൊന്നും നമുക്ക് അനുഭവപ്പെടില്ല. ഇൻ ഫിലമെൻറ്റ് ബൾബ് എ പാർട്ട് ഓഫ് ദ ഇലക്ട്രിസിറ്റി കൺസ്യൂംഡ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഹീറ്റ്. എന്നാൽ ഫിലമെൻറ്റ് ബൾബിൽ അങ്ങനെയല്ല, നമ്മൾ കൈയെടുത്ത് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ പൊള്ളും. സോ ഇറ്റ് ഈസ് വേസ്റ്റ്. അപ്പോൾ എന്താണ് ആ എനർജി? എന്താണ് ഇത്? ഹീറ്റ് ഉണ്ടാക്കാൻ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബൾബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ലൈറ്റ് വേണം, പ്രകാശം വേണം, വെളിച്ചം വേണം. അതിനാണ് നമുക്ക് അവിടെ എന്തിൻ്റെ ആവശ്യമില്ല? ഹീറ്റിൻ്റെ ആവശ്യമില്ല. സോ ഇറ്റ് ഈസ് വേസ്റ്റ്. സോ മോർ ഇലക്ട്രിക്കൽ എനർജി ഈസ് യൂസ്ഡ് വെൻ വി യൂസ് ഫിലമെൻറ്റ് ലാംപ്സ്. അപ്പോൾ ഫിലമെൻറ്റ് ലാംപ്സിന് എന്താ കൂടുതൽ എനർജി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിൽ അതൊരു വേസ്റ്റാണ്. സെലിൻ സ്റ്റേറ്റഡ് ഇൻ ദ സെമിനാർ ദാറ്റ് ഇറ്റ് ഈസ് പ്ലാന്റ്സ് ദാറ്റ് പെർഫോം ദ ഓൺലി കെമിക്കൽ എനർജി സ്റ്റോറേജ് ഇൻ നേച്ചർ. ഡു യു അഗ്രി ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? സെലീം ഒരു സെമിനാറിൽ പങ്കെടുത്തു, എന്നിട്ട് പറഞ്ഞു that it is plants that perform only chemical energy storage in nature. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? നെയിം ദ പ്രോസസ് ബൈ വിച്ച് കെമിക്കൽ എനർജി ഈസ് സ്റ്റോർഡ്. വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ദാറ്റ് ടേക്സ് പ്ലേസ് ഹിയർ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ അഗ്രി ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ബിക്കോസ് ഓൺലി പ്ലാന്റ്സ് ക്യാൻ പ്രൊഡ്യൂസ് സ്റ്റാർച്ച് ഇൻ നേച്ചർ. പ്ലാന്റ്സിന് മാത്രമേ സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ദേ ട്രാൻസ്ഫോം ലൈറ്റ് എനർജി ഇൻ ടു കെമിക്കൽ എനർജി. അപ്പോൾ അവർ സൂര്യപ്രകാശം സൺലൈറ്റിനെ അബ്സോർവ് ചെയ്തിട്ട് എന്തുണ്ടാക്കുന്നുണ്ട്? കെമിക്കൽ എനർജി ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ നേരത്തെ പറഞ്ഞു ഫോട്ടോസിന്തസിസ് ആണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? സോളാർ എനർജി, പ്രകൃതിയിലുള്ള സൂര്യപ്രകാശം, സോളാർ എനർജി ഈസ് ട്രാൻസ്ഫോം ടു കെമിക്കൽ എനർജി. സോളാർ എനർജി ട്രാൻസ്ഫോം ടു കെമിക്കൽ എനർജി. അപ്പോൾ നമ്മൾ 3-4 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.